الحمد لله الواحد القهار المؤمن الجبار المهيمن الغفار غافر الذنب وقابل التوب له الكتاب إليه إياب وعليه الحساب نعمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فيا أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تلهكم أموالكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പടച്ച തമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കണമെന്നും അവന്റെ വിലക്കുകളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും ഗൗരവപൂർവ്വം എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. നാഥൻ അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ തഖ്വകൊണ്ടുള്ള വസിയ്യത്ത് കേട്ട് മറക്കാനുള്ളതല്ല. വരുന്ന ജീവിത സന്ദർഭങ്ങളിൽ ചില നിമിഷങ്ങളെയെങ്കിലും തിന്മയ്ക്ക് പകരം നന്മയിലേക്ക് പരിവർത്തിപ്പിക്കാൻ ആഴ്ചതോറുമുള്ള ഈ വസിയ്യത്തിന് സാധിക്കേണ്ടതുണ്ട്. നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ. വെള്ളിയാഴ്ചയുടെ ശ്രേഷ്ഠതകളും ഈ ദിവസത്തിന് നാം കൽപ്പിക്കേണ്ട പ്രാധാന്യവും അനുഷ്ഠിക്കേണ്ട ചില മര്യാദകളെക്കുറിച്ചുമൊക്കെയാണ് കഴിഞ്ഞ ഒരു ഖുതുബയിൽ നമ്മൾ സംസാരിച്ചിരുന്നത്, മനസ്സിലാക്കിയിരുന്നത്. വിവിധ പ്രവാചകന്മാരുടെ സമുദായത്തിൽ എൻ്റെ സമുദായം അഥവാ മുഹമ്മദ് നബിയുടെ സമുദായം ഏറ്റവും ഒടുവിലത്തേതാണെന്ന് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ സമുദായം ഏറ്റവും ഒടുവിലത്തേതാണ്. എന്നാൽ ക്രിസ്ത്യാനികൾ അവരുടെ പുണ്യദിനമായി ഞായറാഴ്ച സ്വീകരിച്ചപ്പോൾ, ജൂതന്മാർ അവരുടെ പുണ്യദിനമായി ശബ്ബത്ത് യൗമുസ്സബ്ത് ശനിയാഴ്ച തിരഞ്ഞെടുത്തപ്പോൾ, എൻ്റെ സമുദായം അതിൻ്റെ മുന്നേയുള്ള യൗമുൽ ജുമുഅ നിശ്ചയിക്കപ്പെട്ടതുകൊണ്ട് നാളെ പരലോകത്താദ്യമായി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുക എൻ്റെ സമുദായമായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചിട്ടുണ്ട്. പള്ളിയിലേക്ക് വെള്ളിയാഴ്ച വരുന്നതിനും വരിയിലിരിക്കുന്നതിനും എന്തിന് ചെരുപ്പ് അഴിച്ചിടുന്നതിൽ പോലും സൂക്ഷ്മതയുടെ വശമുണ്ടെന്ന് നമ്മൾ സംസാരിച്ചു. ഒരു ഇൻ്റർവ്യൂവിന് പോയതാണ് കുറച്ചാളുകൾ. ഒരു റൂമിലാണ് അവരുടെ ഇൻ്റർവ്യൂ. അപ്പോഴേ അവിടെ എല്ലാവരും എത്തിക്കഴിഞ്ഞ്, ഈ ഉദ്യോഗാർത്ഥികളൊക്കെ എത്തിക്കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കുകയാണ്, നിങ്ങളെ ഇൻ്റർവ്യൂ ഈ റൂമിലല്ല, അടുത്ത റൂമിലാണ്, അതിന് തൊട്ട് ഓപ്പോസിറ്റുള്ള വേറൊരു റൂമിലാണ് ഇൻ്റർവ്യൂ. നിങ്ങൾക്കറിയാം, ഇൻ്റർവ്യൂവിന് നമ്മൾ അണിഞ്ഞൊരുങ്ങി ശരിയായ വസ്ത്രം ധരിച്ച് ഒക്കെയാണ് പോവുക. അപ്പോൾ തൊട്ടപ്പുറത്തുള്ള റൂമിലേക്ക് പോകാൻ വേണ്ടി അവർ അഴിച്ചിട്ട ചെരുപ്പ് ചിലർ കാലിൽ തോണ്ടി അപ്പുറത്തേക്ക് അങ്ങോട്ട് കടന്നു. അവിടെ എത്തി എല്ലാവരും ഇരുന്ന ശേഷം
4 ആളുകളെ അല്ലാതെ എല്ലാവരെയും ഈ ഇന്റർവ്യൂവിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതായി അനൗൺസ്മെന്റ് ഉണ്ടായി. കാരണം അവരുടെ ഇന്റർവ്യൂയുടെ പ്രധാന പരിശോധന ഒരു ചെറിയ ചവിട്ടടികൾ അവർ അങ്ങോട്ട് സ്വീകരിക്കുമ്പോൾ, മുന്നോട്ടുള്ള റൂമിലേക്ക് പോകുമ്പോൾ അവരുടെ പാദങ്ങൾ അല്ലെങ്കിൽ പാദരക്ഷകൾ ശരിയായി അണിയുന്നുണ്ടോ എന്നതായിരുന്നു. അതുപോലെ വിശ്വാസികൾ എന്ന നിലയ്ക്ക് ഓരോ അടക്ക അനക്കങ്ങളിലും നമ്മൾ കൃത്യമായ ചില ക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഒരിക്കൽ അബൂദർ റളിയല്ലാഹു അൻഹു ഉബയ്യ് ബിൻ കഅബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യുക ഒരു ആയത്തിനെ കുറിച്ച് ചോദിക്കുകയുണ്ടായി. 3 തവണ അദ്ദേഹം ചോദിച്ചിട്ടും ഉബയ്യ് ബിൻ കഅബ് അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. പിന്നീട് അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത്, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ മിമ്പറിലായിരിക്കെയാണ് ആ ആയത്തിനെ കുറിച്ച് എന്നോട് ചോദിച്ചത്, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത് എന്നാണ്. നമ്മുടെ സ്ഥിതി എന്താണ്? ആലോചിക്കേണ്ടത് ഞാനും നിങ്ങളുമാണ്. ചിലർ ഒരു ബുദ്ധിമുട്ടില്ലാതെ ചാരിയിരിക്കുന്നവരുണ്ട്, ചിലർ ഉറക്കം തൂങ്ങുന്നവരുണ്ട്. ഇവിടെയുള്ള സ്ഥിതിയെല്ലാം എന്ന് പല പള്ളികളിൽ നമ്മൾ കാണുന്നതാണ്. മനഃപൂർവ്വമല്ല, ഇതൊക്കെ വന്നു പോകുന്നതാണ് എന്നാണ്, ക്രമം തെറ്റി ഇരിക്കുന്നതും അതങ്ങനെ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഉറങ്ങുന്നതല്ല ഉറക്കം തൂങ്ങി പോകുന്നതാണ് എന്നൊക്കെയാണ് നമ്മുടെ ന്യായീകരണങ്ങൾ ഉണ്ടാവാറ്. എന്നാൽ നമ്മൾ കഴിഞ്ഞ റമദാനിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. അത്യുഷ്ണത്തിലായിരുന്നല്ലോ റമദാൻ വന്നുവിട്ടത്. 14 മണിക്കൂർ ജലപാനമില്ലാതെ ഒരു തുള്ളി വെള്ളം ഇറക്കാതെ നമ്മൾ കൺട്രോൾ ചെയ്തത് എങ്ങനെയാണ്? കുളിക്കുമ്പോഴും മറ്റ് വെള്ളവുമായി പെരുമാറും വായിലെത്തിയ വെള്ളം വരെ നമ്മൾ ഇറക്കിയിട്ടില്ല. അതാരും കാണാൻ വേണ്ടിയല്ല, അപ്പോൾ വായിലെത്തിയ വെള്ളം പോലും ഇറക്കാതെ 14 മണിക്കൂർ ജലപാനം പോലും ഇല്ലാതെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ നമ്മുടെ മനസ്സിലുള്ള നിയ്യത്തായിരുന്നു നമുക്ക് ബലമേകിയത്. ഇങ്ങനെ മനസ്സിൻ്റെ നിയ്യത്തുണ്ടെങ്കിൽ അസൗകര്യമില്ലാത്തവർക്ക് ചാരിയിരിക്കാതെ, നേരത്തെ പറഞ്ഞതുപോലെ മലക്കുകൾ സഫ് കെട്ടിയതുപോലെ ഇമാമിനോട് ഏറ്റവും അടുത്ത് ശ്രദ്ധാപൂർവം കുത്തുബ ശ്രവിച്ചുകൊണ്ട് ആളുകളെ ചാടിക്കടക്കാതെയൊക്കെ സഫ് കെട്ടാൻ സാധിക്കും. നമ്മുടെ മനസ്സ് ഒന്ന് നിയന്ത്രിക്കണമെന്ന് മാത്രം. ഉറക്കം വന്നാൽ മാറിയിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഉത്സാഹം കൂടുകയും നിങ്ങളുടെ ആലസ്യത്തിന് അറുതി വന്ന് ഉന്മേഷം വരികയും ചെയ്യുമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചത്. ഇങ്ങനെ ആലസ്യത്തോടെ ശ്രദ്ധയില്ലാതെ വരുന്നവർ വരാതിരിക്കട്ടെ എന്നാണ് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത്. ഇസ്ലാമിലെ അനുഷ്ഠാന കർമ്മങ്ങളിൽ പല നിലക്കും വളരെ പ്രധാനപ്പെട്ടതാണ് യൗമുൽ ജുമാ, അല്ലെങ്കിൽ യൗമുൽ ജുമയിൽ പാലിക്കേണ്ട കാര്യങ്ങൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. 2 പെരുന്നാൾ നമസ്കാരത്തെക്കാൾ ആരാധനാപരമായി ജുമയാണ് മുന്തി നിൽക്കുന്നത് എന്നൊക്കെ ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ സംസാരിച്ചിട്ടുണ്ട്. ഈ 2 ഉത്ബോധനങ്ങളാണ് നിർബന്ധമായി നമുക്കുള്ളത്. വുദൂവോടുകൂടി നമ്മൾ നിർബന്ധമായും ശ്രമിക്കുന്ന സംസാരമാണ് യൗമുൽ ജുമയിലെ ഖുതുബ. ഇത് ക്രമമുള്ള വിഷയങ്ങളിലൂടെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ 104 വിഷയങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ അങ്ങനെ തർബിയത്ത് നൽകപ്പെട്ട ഒരു സമൂഹത്തെ അതിജയിക്കാൻ മറ്റൊരാൾക്കാകില്ല. അതുകൊണ്ട് ഒരു ചടങ്ങ് പോലെ നിർവഹിക്കേണ്ടതല്ല ജുമ. അള്ളാഹുവിൻ്റെ പ്രവാചകനും ഒരാചാരം എന്ന നിലക്കല്ല ഈ സംവിധാനം ഏർപ്പെടുത്തിയത്. നമ്മളെ നാളെ സ്വർഗത്തിലേക്ക് അയക്കാനുള്ള ഒരു ക്രമമായിട്ടാണ്, ഒരനുഷ്ഠാനമായിട്ടാണ് ഈ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. വിശ്വാസിക്ക് തഖ്വക്കുള്ള പവർ ഹൗസാണ് ജുമ എന്നാണ് പറയപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ ഈമാനിനെ റീചാർജ് ചെയ്യാനുള്ളൊരു സംവിധാനമാണ് ഇതൊക്കെ. അതുകൊണ്ട് ആ ഗൗരവത്തോടു കൂടെ തന്നെ നമ്മൾ ജുമയെ സമീപിക്കേണ്ടതുണ്ട്. ചില പള്ളികളിൽ ഇമാം നമസ്കരിക്കാൻ നിന്നാൽ പോലും വുദൂവിൻ്റെ ശബ്ദം കേൾക്കാം. വരുന്നവരുടെ പേരും തരവും പള്ളിയിലേക്ക് യൗമുൽ ജുമയിൽ ജുമ ദിവസത്തിൽ വരുന്നവരുടെ പേരും തരവും എഴുതാനുള്ള മലക്കുകൾ വാതിൽക്കൽ കാവൽ നിൽക്കുമെന്നും, ഇമാം മിമ്പറിലേക്ക് കയറിയാൽ അവർ ഏടുകൾ അടച്ചു വെച്ച് ഈ ഉത്ബോധനം കേൾക്കാൻ വേണ്ടി അവർ അണിയിലിരിക്കുമെന്നുമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളുള്ള അവൻ്റെ അനുഗ്രഹം ചൊരിയുന്ന
അള്ളാഹുവിന്റെ മലായിക്കത്തുകളോട് അള്ളാഹു അഭിമാനപൂർവ്വം നമ്മളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു സദസ്സാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ എത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹ എന്ന് അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാം നേരത്തെ ചെയ്യുന്ന, ജുമേന്റെ കാര്യങ്ങൾ മാത്രമല്ല, എല്ലാം നേരത്തെ ചെയ്യുന്ന നന്മകളൊന്നും നിങ്ങൾ പിന്തിക്കരുത് എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. എല്ലാം നേരത്തെ ചെയ്യുന്നവർക്ക് വേണ്ടി ബറക്കത്ത് ചെയ്യണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. ഹിജ്റയ്ക്ക് വേണ്ടി നമുക്കറിയാം അള്ളാഹുവിന്റെ റസൂൽ മാസങ്ങൾക്ക് മുമ്പ് മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. ഹജ്ജിന്റെ ദിവസങ്ങൾ നമുക്കറിയാം 4-5 ദിവസമാണ്. എന്നാൽ ഹജ്ജിന്റെ മാസങ്ങളായി 3-4 മാസങ്ങളെയാണ് ഖുർആൻ എണ്ണുന്നത്. ഇതൊക്കെ മുന്നൊരുക്കങ്ങളും ആസൂത്രണവും വേണ്ട പരിപാടിയാണ് എന്ന് ചുരുക്കം. അൽ അജ്ലത്ത് മിനശ് ശൈത്താൻ, ധൃതി എന്നത് ശൈത്താനിൽ നിന്നാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്നാൽ ജുമുഅക്ക് നേരത്തെ എത്താൻ അവധാനത നഷ്ടം വരാത്ത ഒരു ധൃതി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഒരേ സമയത്ത് ഒരു പ്രദേശത്ത് മുഴുവൻ വിശ്വാസികളും ഒത്തുകൂടുന്ന സമ്മേളിക്കുന്ന ഒരു സംവിധാനമാണ് ജുമുഅ എന്നത്. ഇരുത്തം പോലും ഇബാദത്താണ്. അതുകൊണ്ടാണ് വിരലുകൾ കൊണ്ട് നമ്മൾ വരയുന്നത് പോലും, നമ്മൾ വെറുതെ കളിക്കുന്നത് പോലും അശ്രദ്ധയാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. കാലുകൾ കെട്ടിയിരിക്കുന്നത് അപമര്യാദയായി റസൂൽ മുൻകാല പണ്ഡിതന്മാരൊക്കെ വ്യാഖ്യാനിച്ചത്. ഇതൊക്കെ മര്യാദകേടായി. അപ്പോൾ ഒരു തരത്തിലും മര്യാദ, സംസാരം ഹറാമും മൗനം വാജിബുമാണെന്നാണ് ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിം, ഹനഫി റഹ്മത്തുള്ളാഹി അലൈഹിം ഒക്കെ ഈ ഇരുത്തത്തെക്കുറിച്ച്, ഈ ഇരുത്തത്തിലെ മര്യാദയെക്കുറിച്ച് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരു തരത്തിലും മര്യാദ വിടാതെയുള്ള ഒരു അനുഷ്ഠാനമായി തന്നെ നമ്മൾ ജുമുഅയെ മനസ്സിലാക്കേണ്ടതുണ്ട്. തമ്മിൽ സംസാരം പാടില്ല. ഇവിടെ സംസാരിക്കേണ്ടത് ഇമാം മാത്രമാണ്. നിങ്ങൾക്ക് പരസ്പരം സംസാരിക്കാനുള്ള അനുവാദമില്ല. നിങ്ങൾ സംസാരിക്കാൻ അഥവാ ആവശ്യമായി വന്നാൽ സംശയം ചോദിക്കേണ്ടത് ഇമാമിനോടാണ്. അപ്പൊ ഇമാമിനും നമ്മൾക്കും ഉണ്ട് അനുവാദം. അതെങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജുമയിൽ അങ്ങനെ ചില ഇടപെടലുകൾ ഉണ്ടായിരുന്നു. ഒരിക്കൽ 2 റക്അത്ത് നമസ്കാരം, സുന്നത്ത് നമസ്കാരം നിർവഹിക്കാതെ ഇരുന്ന ഒരാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, അസല്ലൈത യാ ഫുലാൻ, നീ നമസ്കരിച്ചോ? അന്നേരം റകഅത്തൈൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എനിക്ക് 2 റകഅത്ത് വേഗത്തിൽ നിസ്കരിച്ചിരിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമുഅക്കിടയിൽ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആവർത്തിച്ച് പറയാനുള്ളത്, ഈ ജുമയെ നമ്മൾ ഇത്തിരി ഗൗരവത്തോടു കൂടി കാണണമെന്നാണ്. എന്തിന്? നമസ്കാരത്തിന് നിന്നാൽ പോലും ഇമാം അനുവാദം കൊടുത്ത ശേഷമേ ഇഖാമത്ത് കൊടുക്കാൻ അനുവാദമുള്ളൂ എന്നാണ് ഇതിന്റെ ഗൗരവത്തെക്കുറിച്ച് പഠിപ്പിച്ചത്. ജുമയിൽ ഓതുന്ന സൂറത്തുകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. സൂറത്തുൽ ജുമയും സൂറത്തുൽ മുനാഫിഖുൻ, ഈ സൂറത്തുകൾ തന്നെയായിരുന്നു തലേന്ന് വ്യാഴാഴ്ച രാത്രി ഇശാ നമസ്കാരത്തിനും പലപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയിരുന്നത് എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്തിനാണ് ജുമുഅ? നമ്മളുടെ തഖ്വ വർദ്ധിപ്പിക്കാനും മുസ്ലിമാണെന്ന ബോധം ജീവിതത്തിലുടനീളം നമുക്ക് നിലനിൽക്കാനും ഒരു ഉമ്മത്ത് എന്നുള്ള ബോധം നമുക്കുണ്ടാവാനും വേണ്ടിയാണെന്ന് KC അബൂബക്കർ മൗലവിയുടെ പോലുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അടുത്തടുത്ത പള്ളികളുള്ള നമുക്ക് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാവില്ല. അടുത്തൊന്നും പള്ളികളില്ലാത്ത വയലേലകളിൽ വലിയ കൃഷിയിടങ്ങളിൽ പണിയെടുക്കുന്നവർ, അതുപോലെ ഫാക്ടറികൾ പണിയെടുക്കുന്നവരൊക്കെ വല്ലപ്പോഴും ഇതുപോലെ ജുമുഅ കിട്ടുമ്പോഴാണ് അവർ ഒരുമിച്ച് കൂടുക. അവർക്കിത് വലിയ ആശ്വാസമാണ്, ഒരു പ്രതീക്ഷയാണ്. ഈ വലിയ ഉമ്മത്തിന്റെ ഭാഗമാണ് ഞങ്ങളെന്നും, ഒരു വലിയ സമൂഹത്തിന്റെ ഭാഗമാണ് ഞങ്ങളെന്നും, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനും ഞങ്ങൾക്ക് പിന്തുണയ്ക്കും ഒരുപാട് ആളുകളുണ്ടെന്നും ഒക്കെ അവർക്ക് ആശ്വാസവും പ്രതീക്ഷയും ലഭിക്കുന്ന ഒരു സന്ദർഭമാണ് ജുമുഅ എന്നത്. ഇസ്ലാമിക ചിഹ്നങ്ങളെക്കുറിച്ച് അവർക്ക് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുപോലെയുള്ള ഉത്ബോധനങ്ങളിൽ നിന്നാണ്. അങ്ങനെയുള്ളവർക്ക് അറിവ് നേടാൻ കഴിയുന്നത് ഇങ്ങനത്തുള്ള ചില വേദികൾ മാത്രമേ ഉള്ളൂ. അലീമിയാൻ എന്നറിയപ്പെടുന്ന മൗലാന അബുൽ ഹസൻ അലി നദ്വി എന്ന ഇന്ത്യയിലെ പണ്ഡിതൻ പറഞ്ഞത്, ഹൃദയത്തിനേറ്റ കേടുപാടുകൾ പരിഹരിക്കാനുള്ള ഒരു സംവിധാനമാണ് ജുമുഅ എന്നാണ്. ഇതില്ലായിരുന്നുവെങ്കിൽ തിന്മകൾ പെരുക്കുമായിരുന്നു എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്.
പങ്കെടുക്കാത്ത ഹൃദയങ്ങൾക്ക് അള്ളാഹു സീല് വെക്കും. നുവല്ലിമാത്തവല്ല, അവർ തിരിഞ്ഞയിടത്തേക്ക് അള്ളാഹു തിരിച്ചു കളയുമെന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ വിദ്യാലയങ്ങളിലൊക്കെ എത്രയോ ആളുകൾ ഇതുപോലെ ജുമുഅത്ത് പങ്കെടുക്കാതെ തിരിഞ്ഞു കളിക്കുന്ന കുട്ടികൾ ഉണ്ടാവാം. അവരെ പ്രേരിപ്പിക്കണം. ഈ സംവിധാനത്തെക്കുറിച്ച്, അവരുടെ വിദ്യാലയത്തിനടുത്തുള്ള ഈ സംവിധാനത്തെക്കുറിച്ച് നിങ്ങൾ അറിയിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് നമുക്കറിയാമല്ലോ, അതീവ കാരുണ്യവാനായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ. ഖുർആൻ പറഞ്ഞത്, ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും അരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്നാണ്. നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നുള്ള ഒരു പ്രവാചകൻ വന്നിരിക്കുന്നു. അവൻ നിങ്ങളോട്, വിശ്വാസികളോട് അതീവമായി കരുണയുള്ളവനാണ്. നിങ്ങൾ വിഷമിക്കുന്നത് അവന്, ആ റസൂലിന് സഹിക്കാൻ സാധിക്കില്ല. സത്യവിശ്വാസികളോട് അത്യന്തം ദയാലുവും കാരുണ്യവാനുമാണ് റസൂൽ. അങ്ങനെയുള്ള റസൂൽ പറഞ്ഞത്, ജുമുഅക്ക് നേതൃത്വം നൽകാൻ ഒരാളെ ഏൽപ്പിക്കുകയും എന്നിട്ട് അതിലേക്ക് വരാത്ത ആളുകളുടെ 2 സായികളുമായി പോയി അവരുടെ വീടുകൾക്ക്, അങ്ങനെ വരാത്ത ആളുകൾക്ക് വീടുകൾക്ക് തീ വെക്കാൻ എനിക്ക് തോന്നിപ്പോയി എന്ന് കാരുണ്യത്തിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ജുമയുടെയും ജമാഅത്തിന്റെയും ഒക്കെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ വേറിട്ടൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ചുരുക്കത്തിൽ, മാസങ്ങൾക്ക് റമദാനിലുള്ളതുപോലെ ദിവസങ്ങളുടെ കൂട്ടത്തിൽ ജുമുഅക്കും അതിയായ പ്രാധാന്യമുണ്ട്. അത് യഥാവധി അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ, നമ്മുടെ വ്യക്തിത്വത്തിൽ, നമ്മുടെ സമയക്രമീകരണത്തിൽ, നമ്മുടെ ടൈം മാനേജ്മെന്റിൽ, നമ്മുടെ സ്വഭാവത്തിലൊക്കെ നന്മകൾ വർദ്ധിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടും. കച്ചവടം നിർത്തിവെച്ച് ജുമുഅയിലേക്ക് വരാനാണ് പറഞ്ഞത്. ദാലിക്കും ഖൈറുൽ ലക്കും ഇൻ കുന്തും തഅലമൂൻ. നിങ്ങൾ അറിയുന്നെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഉത്തമം. അതിനുശേഷം പറയുന്നുണ്ടല്ലോ, വൈദാ ഖുദിയത്തിസ് സ്വലാത്തു ഫൻതശിറൂ ഫിൽ അർദ് വബ്തഗൂ മിൻ ഫളില്ലാഹ് വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ. നിങ്ങൾ അത് കഴിഞ്ഞ് നിങ്ങളുടെ വ്യാപാരങ്ങളിലേക്കും ധനമാർഗങ്ങളിലേക്കും പോവുക, നിങ്ങൾ വിജയികളായേക്കാം. ഇതൊക്കെ അള്ളാഹുവാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഈ ജുമയെ അതർഹിക്കുന്ന പ്രാധാന്യത്തോടെ കാണാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ഇതൊക്കെ സൂചിപ്പിച്ചതും അതിനു വേണ്ടിയാണ്. അങ്ങനെ യഥാവിധി അനുഷ്ഠിക്കുകയും അള്ളാഹുവിനെ കുറിച്ച് ധാരാളമായി സ്മരിക്കുകയും അങ്ങനെ വിജയം നേടുകയും ചെയ്യുന്ന സത്യവിശ്വാസികൾ അള്ളാഹു നമ്മൾ പെടുത്തുമാറാവട്ടെ.